ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. സാറിന് കലക്കി കൊടുക്കുന്നത് ആ എല്ലാത്തിനുള്ള സൂത്രം എന്റെ കയ്യിലുണ്ട്. ഞാനേ നമ്മുടെ വൈദ്യരുടെ കാര്യം യതീന്ദ്രൻ സാറിനോടൊന്ന് പറഞ്ഞിട്ട് വരാം. മോള് പോയി പറഞ്ഞിട്ട് വാ. ഹലോ, എവിടെയായിരുന്നു? ഞാൻ പുറത്തെ പണിക്ക്. അല്ലെ, ഈ പുറത്തെ പണിയൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഏത് നേരവും മാറിയെന്ന് ഫോൺ വിളിയാണല്ലോ. അത് ഞാൻ വീട്ടിലേക്കൊന്ന്. ഈ സൂര്യ സാറും നന്ദിനിയൊക്കെ പാവങ്ങളാ. അവരുടെ മനസ്സ് പെട്ടെന്ന് അലിയും. അതുകൊണ്ടാണ് റോഡിൽ ഇന്ന് ആളിപ്പോ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ബാക്കിയുള്ളവരൊന്നും അങ്ങനെയല്ല. തുടർന്ന് പോണമെങ്കിൽ സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നാ മതി. മനസ്സിലായ? മനസ്സിലായി. അതെ, ഈ വേഷവും പത്രാസവും ഒക്കെ കണ്ടിട്ട് ഒരു വേലക്കാരിയുടെ ലക്ഷണമില്ല. ഇതിന്റെ മുമ്പിൽ ഇവിടുത്തെ കൊച്ചമ്മമാരാ ഭേദം. അല്ല, ഞാൻ വാച്ചിയും കേട്ടാ. കുഴപ്പം എന്തെങ്കിലും തോന്നിയ അടുക്കളയുടെ ഹെഡ് ഞാനാ. ആരും അറിയാതെ പിരിച്ചുവിടാനുള്ള അധികാരം എനിക്കുണ്ട്. മനസ്സിലായ? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ കള്ള രാജു. അധിക കാലം ഞാൻ നിന്നെ ഇവിടെ വാഴിക്കില്ല. മദ്യപാനം നിർത്താനുള്ള നാട്ടുമരുന്നുകളെ കുറിച്ചൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ അത് ഉപയോഗിക്കാമെങ്കിൽ ഇത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് ഉറപ്പുണ്ട് സർ. ഞങ്ങളുടെ നാട്ടില് ഒരു ജയചന്ദ്രൻ ചേട്ടൻ ഉണ്ടായിരുന്നു. സൂര്യസാറ് കുടിക്കുന്ന പോലൊന്നും അല്ല. അയാൾ ഇതിന്റെ ഒരു 10 ഇരട്ടി കുടിക്കുമായിരുന്നു. അവസാനം ക്ഷീണിച്ച് എല്ലാം തോലുവായി. ഒടുവിൽ ഒരു നിവർത്തിയില്ലാതെ ചേട്ടന്റെ ഭാര്യ ഒരു വൈദ്യനെ പോയി കണ്ടു. അയാളൊരു പൊടി കൊടുത്തു. അവസാനം അത് ചേട്ടന് പാലില് കലക്കി കൊടുത്തു. അയാൾ അറിയാതെ. അതോടെ കുടി നിന്നു. ഇപ്പൊ കുടിക്കില്ല. മദ്യത്തിന്റെ ബോർഡ് കണ്ടാ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുപോലുമില്ല. ശരിയാണ് മോളെ, അനുഭവങ്ങൾ പലതും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ കുറച്ചധികം ദിവസം ഇത് കഴിക്കേണ്ടി വരും. അത്രയും ദിവസമൊക്കെ സൂര്യയെ കൊണ്ട് ഇത് കഴിപ്പിക്കാന്ന് പറയുന്നത് റിസ്കാ. നമ്മൾ ഇതിന് തയ്യാറെടുത്ത് ഇറങ്ങിയതല്ലേ സർ. പിന്നെ മാറി നിൽക്കാൻ പറ്റുമോ? എനിക്ക് എത്രയും പെട്ടെന്ന് പോണ്ടേ സർ. മോളത് വിട്. ദേ, എല്ലാം കഴിയുമ്പോ സാർ വാക്കുമാറല്ലേ. എനിക്ക് വീട്ടിൽ പോണെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാനതിന് മെനക്കെടുന്നത്. പിന്നെ വൈദ്യശാല പോവാറിനടുത്ത് എവിടെയോ? ശരി, ഒന്നുകിൽ ആരെങ്കിലും ഞാൻ പറഞ്ഞുവിടാം, അല്ലെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് പോവാം. വേണ്ട സർ, സാറ് പോണ്ട. ഞാൻ ആരതി വിളിച്ചിട്ട് ഞങ്ങൾ പോയിക്കോളാം. അതിനൊക്കെ ഒരുപാട് സമയം എടുക്കില്ലേ? അത് കുഴപ്പമില്ല സർ, ഞാൻ പോയിട്ട് വരാം. വൈദ്യനോട് മരുന്നിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിക്കണം. നാട്ടുമരുന്ന് കഴിക്കുമ്പോ വേറെന്തെങ്കിലും ശാരീരിക പ്രശ്നം ഉണ്ടായാൽ അതിന്റെ പ്രതിവിധി എന്താന്ന് കൂടി ചോദിച്ചേക്കണം. അത്ഭുത സിദ്ധികളാ പല നാട്ടുമരുന്നുകൾക്കും. ആ ഒരു അത്ഭുതം നിങ്ങളുടെ കാര്യത്തിൽ കൂടി നടന്നു കിട്ടിയിരുന്നെങ്കിൽ. ഞാനെന്നാ ഇപ്പൊ തന്നെ വൈദ്യരുടെ അടുത്തേക്ക് പോക്കോട്ടെ. പോയിട്ട് വാ. സൂര്യ സാറിനോടൊന്ന് പറഞ്ഞിട്ട് പോ. നാട്ടുമരുന്നോ? ആർക്ക്? ഹലോ ഡോക്ടർ, ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. പറയൂ. ഞാനൊരു ചെറുപ്പക്കാരനാണ് ഡോക്ടർ. എനിക്ക് ശാരീരികമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ നന്നായിട്ട് മദ്യപിക്കും. നന്നായിട്ട് മദ്യപിക്കുന്നു പറഞ്ഞാൽ രാവും പകലുമില്ലാതെ എനിക്ക് തോന്നുമ്പോഴൊക്കെ മദ്യപിക്കും. ഓ,
ഈ നിയന്ത്രണമില്ലാതെ മദ്യപാനികൾ മദ്യപിക്കും എന്ന് പറയാറില്ലേ, അതുപോലെ ഞാൻ മദ്യപിക്കും. ഓ, മദ്യപാനമാണോ നിങ്ങളുടെ പ്രശ്നം? അല്ല സർ, മദ്യപാനം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല സാർ. ഒരു 2-3 ദിവസമായിട്ട് എനിക്ക് മദ്യപിക്കാനേ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. സോറി മിസ്റ്റർ സൂര്യ, മദ്യപാനം നിർത്തുന്നതിന് വേണ്ടി പലരും അഭിപ്രായം ചോദിച്ച് വിളിക്കാറുണ്ട്. പക്ഷെ മദ്യപിക്കാൻ വേണ്ടി ഒരാൾ വിളിക്കുന്നത് ആദ്യമായിട്ടാ. ഡോക്ടർ, നിങ്ങളുടെ ഡ്യൂട്ടി എന്താ? ഒരാളുടെ ശാരീരിക പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും കുഴപ്പം വന്നാൽ അത് നേരെയാക്കി കൊടുക്കാന്നല്ലേ? എന്റെ ശരീരം മദ്യത്തിനോട് പൂർണ്ണമായിട്ടും സെറ്റായിരുന്നു. കൃത്യമായിട്ട് കുടിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഇപ്പൊ കുടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാ അതെന്റെ ശാരീരിക പ്രശ്നമല്ലേ? അത് ഞാൻ നിങ്ങളോടല്ലാതെ വേറെ ആരോട് പറയാനാ? എനിക്കിത് മറികടന്നേ പറ്റൂ. എനിക്ക് കുടിക്കണം ഡോക്ടർ. അല്ല, ഡോക്ടർ കുടിക്കോ? അതിപ്പോ നമ്മൾ പരസ്പരം സംസാരിക്കേണ്ട കാര്യമല്ലല്ലോ. ഓക്കെ, ഇനി ഡോക്ടർ കുടിക്കുകയോ കുടിക്കാതിരിക്കുകയോ ചെയ്യേ. ഇനി അഥവാ കുടിക്കുന്ന ആളാണെങ്കിൽ എന്റെ അസുഖം ഒന്ന് നേരാക്കി തന്നാൽ നമുക്ക് ഒന്നിച്ചിരുന്ന് കുടിക്കാം. അതാ ഞാൻ പറഞ്ഞത്. താനെന്താ ആളെ കളിയാക്കണോ? അയ്യോ ഡോക്ടറെ, ഞാൻ കളിയാക്കിയതൊന്നുമല്ല. എന്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് പറയുന്നതാ. അത് ഡോക്ടറെ, ഞാൻ നേരിട്ട് കാണാൻ വരാം. നിങ്ങൾക്ക് വിശപ്പുണ്ടോ? അതൊക്കെ ഉണ്ട് സാർ. നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നുണ്ടോ? ഉറക്കം അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തിനാടോ ഇതിനൊക്കെ വീണ്ടും ശ്രമിക്കുന്നത്? മദ്യപിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവര്, ഉറക്കം നഷ്ടപ്പെട്ടവര് എത്രയോ പേരെ ഞാൻ കണ്ടിരിക്കുന്നു. പക്ഷേ താനതിന്ന് രക്ഷപ്പെട്ട ഒരാളല്ലേ സൂര്യ? അയ്യോ സാറേ, എനിക്ക് ഉപദേശം വേണ്ട. അത് സാറിന്റെ അടുത്ത് വരുന്ന പാവപ്പെട്ട ആർക്കെങ്കിലും കൊടുത്തേക്ക്. അത് അവർക്കൊരു ഉപകാരമാവുമല്ലോ. സാർ, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാ. സാർ എന്തെങ്കിലും ഒരു മരുന്ന് എനിക്ക് എഴുതാ. ഇന്നത്തെ ഒരു ദിവസം കൂടി ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിലേ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ഒരു കുടിയനായിട്ട് കാണൂ സാർ, പ്ലീസ്. താനെന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ? അയ്യോ ഡോക്ടർ, ഒരു മിനിറ്റ്. ഡോക്ടർ, ഇത് വേറൊരാളാണെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇത്ര നിസ്സാരമായിട്ട് തോന്നുന്നത്. എന്റെ സ്ഥാനത്ത് ഡോക്ടർ അനിയനാണെന്ന് ചിന്തിച്ചു നോക്ക്. വേണ്ട, ഡോക്ടറുടെ മകനാണെന്ന് ചിന്തിച്ചു നോക്ക്. അവരെ വിഷമിക്കാതെ ഡോക്ടർ എന്തെങ്കിലും ചെയ്യില്ലേ? അതാ ഞാൻ പറഞ്ഞത്. നിർത്തണോ? നാട്ടിലുള്ളവരെ മദ്യപിക്കലല്ല എന്റെ ജോലി. ഐ ആം എ ഡോക്ടർ. ഹലോ ഹലോ. ഒരു കാര്യം പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് കട്ട് ചെയ്യുന്നത് മര്യാദയാണോ? അയ്യോ, ഇതെന്താണാവോ ഇത്ര മാത്രം പറയാനുള്ളത്? എന്നാൽ തന്റെ ദേവിക്ക് ശക്തി ഉണ്ടെങ്കിൽ എനിക്ക് മദ്യപിക്കാനുള്ള കഴിവ് തിരിച്ചു തരാൻ പറ. ദേവി ആളുകളെ നേർവഴിക്ക് നടത്താറേ ഉള്ളൂ.